അതിൽ ജയിച്ച വ്യക്തിയായിട്ടല്ലേ ഉദ്ദേശിക്കുന്നത്. ഞാൻ തോറ്റുപോയ ആളാണ്. നിങ്ങൾക്ക് അതേ കിട്ടത്തുള്ളൂ എന്ന് പറഞ്ഞ് അടിച്ചാക്ഷേപിക്കുന്ന ആളുകളുടെ മുമ്പിൽ തോറ്റു കൊടുക്കാതിരിക്കുക, ജോലി കിട്ടി കാണിച്ചു കൊടുക്കുക. ആ ദിവസം എങ്ങനെയെങ്കിലും ഒന്ന് കടന്നു പോയാൽ മതി എന്നുള്ളൊരു ദിവസം. യുകെയിലോട്ട് വരുന്ന സമയത്തിന് മുന്നോട്ട് ഞാൻ പോകാൻ സാധിച്ചായിരുന്നെങ്കിൽ ഞാൻ എൻ്റെ കോഴ്സ് മാറ്റി വേറൊരു കോഴ്സ് എടുത്തേനെ. ഹായ് ഫ്രണ്ട്സ്, അബീസ് യുകെയുടെ പുതിയ വീഡിയോയിലോട്ടെ എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് നമ്മുടെ ഒപ്പം ഇരിക്കുന്ന ആളെന്ന് പറഞ്ഞാൽ നമ്മുടെ ഗ്ലോബൽ മല്ലു ചാനലിൽ സ്റ്റെഫിനാണ് നമ്മുടെ ഒപ്പം ഉള്ളത്. അപ്പോൾ സ്റ്റെഫിന് ഇപ്പോൾ UK വന്ന് 4 വർഷമായി. ഈ 4 വർഷത്തിനിടയ്ക്കാണ് നമുക്കിന്ന് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒന്നിച്ചിരിക്കാൻ പറ്റുന്നത്. കാര്യം ഞങ്ങൾ രണ്ടുപേരും യൂട്യൂബേഴ്സ് ആണെങ്കിലും ഞാൻ ഇവിടെ വന്നിട്ടാണ് ചാനൽ തുടങ്ങിയത്. അപ്പോൾ എൻ്റെ നാട്ടിൽ ഞാൻ ഗൾഫിലുള്ളപ്പോൾ തന്നെ എൻ്റെ വൈഫ് ബ്രോയുടെ വീഡിയോ അയച്ചു തരും. അപ്പോൾ എൻ്റെ അടുത്ത് പറയും, ഇന്ന വീഡിയോ കാണും, ഇന്ന സംഭവങ്ങൾ കാണും. ഞങ്ങൾ വരാനുള്ളൊരു ഒരു പ്രിപ്പറേഷനായിരുന്നു. ഞങ്ങൾക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു. കാര്യം ഞാനും അത് ഉദ്ദേശിച്ചാണ് ആദ്യകാലത്ത് വീഡിയോ ഇട്ട് തുടങ്ങിയത്. അതായത് നമ്മളിവിടെ വന്നപ്പോൾ നമുക്ക് ഇല്ലാതിരുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് നമുക്ക് പോയി ചോദിക്കാൻ ആരുമില്ല, അല്ലെ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മളെ കൊണ്ട് വരുന്നവർക്ക് എന്ത് ഹെൽപ്പ് ചെയ്യാൻ പറ്റും, അങ്ങനെയാണ് ചാനൽ തുടങ്ങിയത്. സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഓരോ യൂട്യൂബേഴ്സ് ഉള്ളതുകൊണ്ടാണ് നമ്മുടെയൊക്കെ ലൈഫ് കുറച്ചുകൂടെ സിമ്പിൾ ആയെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ശരിക്കും ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോ എന്ന് പറഞ്ഞാൽ ബ്രോയുടെ 4 വർഷത്തെ ലൈഫിൽ നിന്നും എനിക്ക് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്. ഞാൻ എന്നെങ്കിലും ഇവിടെ എന്നിൽ കൂടുതൽ എക്സ്പീരിയൻസ് കിട്ടിയ ഒരു യൂട്യൂബറിനെ കാണുമ്പോൾ ചോദിക്കാനുള്ള ഒരു ചോദ്യമാണ്. അതിന് പറ്റിയ പെർഫെക്റ്റ് ആക്റ്റ് ആയിട്ടുള്ള ആൾ ബ്രോ തന്നെയാണെന്ന് എനിക്ക് മനസ്സുകൊണ്ട് എനിക്ക് ഓക്കെ. കാര്യം ഞാനും ഒത്തിരി വീഡിയോസ് കണ്ടിട്ടുള്ളതാണ്. ഓക്കെ, അപ്പം എൻ്റെ ഫസ്റ്റ് ചോദ്യങ്ങൾ എന്ന് പറഞ്ഞാൽ, ബ്രോ ഇവിടെ വന്ന് 4 വർഷമായിരുന്നു. ബ്രോയുടെ ലൈഫിൽ, അതായത് നാട്ടിൽ ഉണ്ടായിരുന്നപ്പോൾ ഉള്ള ബ്രോയുടെ ലൈഫിൽ നിന്ന് ഇപ്പോൾ വന്ന ഒരു കുറച്ച് മാറ്റങ്ങൾ പറ്റി പറയാമോ? ശരിക്കും പറഞ്ഞാൽ പ്രധാനപ്പെട്ട മാറ്റം ഫൈനാൻഷ്യൽ ഗെയിൻ തന്നെയായിരുന്നു. അതായത് നാട്ടിൽ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്, നാട്ടിൽ ഫാദർ സൗദിയിലായിരുന്നു. അപ്പോൾ അങ്ങനെ ഫൈനാൻഷ്യലി വീട്ടിൽ സൗണ്ടാണ്, കുഴപ്പമൊന്നുമില്ല. പക്ഷേ എനിക്ക് തന്നെ ഏൺ ചെയ്യണം എന്ന് തുടങ്ങിയൊരു സമയത്ത് എനിക്ക് നാട്ടിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് കിട്ടിയിരുന്നത് 6500 രൂപയാണ് ആദ്യത്തെ സാലറി. അതിന് കിട്ടിയത് 12000 രൂപ. 12000 രൂപ എന്ന് പറഞ്ഞാൽ 2000 രൂപ കൈ ഇങ്ങനെ കൊണ്ട് തരുന്നത് പിടിച്ചു എന്നാലും തന്നുകൊണ്ടിരുന്നത്. അപ്പോൾ അത് പിന്നെ ബാക്കി 10000 രൂപയ്ക്ക് നമ്മൾ കെഞ്ചിച്ച് യാചിച്ച് നടക്കണം. അപ്പോൾ അത്രയും ഫൈനാൻഷ്യലി സൗണ്ട് അല്ലാതിരുന്നൊരു സമയത്ത്, നമ്മുടെ പേഴ്സണൽ ഇതിൽ ഇല്ലാതിരുന്ന സമയത്ത് രക്ഷപ്പെടാൻ എന്തെങ്കിലും വഴി നോക്കിയിട്ടാണ് പുറത്തോട്ട് പോകാൻ തീരുമാനിച്ചത്. അങ്ങനെയാണ് വന്നത്. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഒന്നാമത് ഞാനിവിടെ ഉണ്ടായ എൻ്റെ പ്രധാനപ്പെട്ട മാറ്റം എന്ന് പറഞ്ഞാൽ എനിക്ക് ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ആണ് എനിക്ക് ഒന്നാമത് ഉണ്ടായത്. പിന്നെ രണ്ടാമത്തെ കാര്യം, എന്താ പറയുക, ഞാൻ കോളേജിൽ പഠിച്ചതും എല്ലാം ഞാൻ വീട്ടിൽ നിന്നിട്ടാണ് പഠിച്ചത്. അപ്പം നമ്മൾ വീട്ടിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സോഷ്യൽ ഇൻഡിപെൻഡൻസ് ഉണ്ടല്ലോ. ആളുകളോട് സംസാരിക്കുക, ഇടപെടുക, സ്വന്തമായിട്ട് കുക്ക് ചെയ്യുക, സ്വന്തം കാര്യങ്ങൾ സ്വന്തമായിട്ട് നോക്കുക. ഇപ്പം എൻ്റെ പെങ്ങളോടൊക്കെയാണ് ഞാൻ പലപ്പോഴും പറഞ്ഞൊരു കാര്യമാണ്, ആ ഒരു സിറ്റുവേഷനിൽ നമ്മൾ എത്തിപ്പെടുമ്പോഴാണ് നമ്മൾ ശരിക്കും നമ്മൾ ആസ് എ പേഴ്സൺ ആരാണെന്ന് നമുക്ക് തിരിച്ചറിവ് ഉണ്ടാകുന്നത്. അപ്പോൾ ആ ഒരു രീതിയിലും എനിക്ക് ഭയങ്കരമായിട്ടുള്ള മാറ്റങ്ങൾ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു. പിന്നെ ഫാമിലിയെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്, അത് എൻ്റെ ജീവിതത്തിലെ വലിയൊരു മാറ്റമാണ്. അപ്പോൾ ആ ഒരു ഫേസ് ഉണ്ടല്ലോ, നമ്മൾ പിള്ളേരായിട്ട് കോളേജിൽ കളിച്ച് കിടന്ന കാലത്ത് നിന്ന് വീട്ടിലെ ഉത്തരവാദിത്തങ്ങൾ എടുക്കുന്ന ആ ഒരു ട്രാൻസിഷൻ, അതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു മാറ്റം. പിന്നെ ആളുകളോട് സംസാരിക്കാനും ഇടപെടാനും കുറച്ചുകൂടെ ബെറ്റർ ആയെന്ന്, പ്രത്യേകിച്ച് യൂട്യൂബൊക്കെ തുടങ്ങിയതിന് ശേഷം കുറച്ചുകൂടെ നല്ലപോലെ സംസാരിക്കാൻ കഴിവ് കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ എൻ്റെ അടുത്തൊരു ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം 4 വർഷം UK കംപ്ലീറ്റ് ആവുകയാണല്ലോ. ഇപ്പം ഞാൻ ഈ കാര്യങ്ങൾ ആദ്യം കൂട്ടി ചെയ്യുമായിരുന്നെങ്കിൽ കുറച്ചുകൂടെ എൻ്റെ ലൈഫ് നന്നായേനെ, അങ്ങനെ തോന്നിയ കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ. ഇപ്പോൾ എൻ്റെ അടുത്ത് ചോദിക്കുകയാണെങ്കിൽ, എനിക്ക് വന്നപ്പോൾ മുതലേ ഡ്രൈവിംഗ് ലൈസൻസ് നോക്കായിരുന്നു, അതിൻ്റെ ഏറ്റവും വലിയ മിസ്റ്റേക്കായിട്ട് ഞാൻ ഇന്ന് റിഗ്രറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം അങ്ങനെ തോന്നിയ കാര്യങ്ങൾ എന്തായിരുന്നു? അതിപ്പോൾ എന്നെ സംബന്ധിച്ച് ആദ്യം പറയുന്നത്, എൻ്റെ ഡ്രൈവിംഗ് ലൈസൻസ് എത്രയും പെട്ടെന്ന് എടുക്കാൻ പറ്റുവാണെങ്കിൽ അത്രയും ബെറ്റർ. ഞാനൊരു 2 വർഷം ഡിലേ ആക്കിയായിരുന്നു. അത് ഞാൻ ആദ്യം വന്നപ്പോൾ തന്നെ ഒരു വണ്ടി എടുത്തു. ആ വണ്ടി ആക്സിഡൻ്റ് ഒക്കെ പറ്റി. ഞാനല്ല ഓടിച്ചത്, എൻ്റെ ഫ്രണ്ട് ഓടിച്ചു. ഞങ്ങൾ 2 ഷെയർ എടുത്താണ്. അങ്ങനെ വണ്ടി ആക്സിഡൻ്റ് ഒക്കെ പറ്റിയതിന് ശേഷം എനിക്ക് കുറച്ച് മാനസികമായിട്ട് കുറച്ച് വിഷമം വന്നു. പിന്നെ ഫൈനാൻഷ്യലി കുറച്ച് ടൈറ്റായി. കാറിനെക്കാട്ടിലും കൂടുതൽ ലൈസൻസ് എടുക്കുക എന്നുള്ള ഒന്ന്. രണ്ടാമത്തെ കാര്യം എനിക്ക് പറയാനുള്ളത്, പ്രോപ്പറായിട്ട് ജോലിക്ക് അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. ഈ ടൈം ട്രാവൽ ചെയ്ത് ബാക്കി പോകാൻ പറ്റുവാണെങ്കിൽ, ഞാൻ കോളേജ് പഠിച്ചുകൊണ്ടിരുന്ന കാലം മുതൽ കുറച്ചും കൂടെ ആകുമ്പോൾ ഞാൻ കമ്പാരിറ്റീവ്ലി ഒരു ആവറേജ് ആളെ എടുത്ത് നോക്കിയാൽ അത്യാവശ്യം നല്ലപോലെ ജോലിക്ക് അപ്ലൈ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. അതുമാത്രമല്ല, ഇവിടെ ഒരുപാട് നമ്മുടെ സ്കിൽസ് ഡെവലപ്പ് ചെയ്യാനുള്ള ഒരുപാട് ഡിഫറൻറ്റ് ഓപ്ഷൻസ് ഉണ്ട്. പല കോഴ്സുകളും അങ്ങനത്തെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഇതിനെക്കുറിച്ച് പല ആളുകളും അവെയറല്ല. ഞാനും അവെയറല്ലായിരുന്നു. നമുക്ക് ജോലി ചെയ്യണം, പാർട്ട് ടൈം ചെയ്യണം, അല്ലെങ്കിൽ പാർട്ട് ടൈം മാറി ഫുൾ ടൈം ആകുമ്പോൾ പാർട്ട് ടൈം ജോലി തന്നെ ഫുൾ ടൈം ചെയ്യണം. അതിനകത്തൊന്ന് കാശ് കിട്ടണം, വീട്ടിൽ അയച്ചു കൊടുക്കണം, നമ്മുടെ കാര്യം നോക്കണം, കുക്ക് ചെയ്യണം. ഇത് നമ്മുടെ ഒരു എന്താ പറയുക, നമ്മുടെ ആഗ്രഹങ്ങളും അല്ലെങ്കിൽ നമ്മളെ എത്തിപ്പെടാൻ ശ്രമിക്കുന്ന കാര്യങ്ങളും ചുരുങ്ങി പോകാറുണ്ട്, ഇല്ലേ? ബ്രോയ്ക്ക് എക്സ്പീരിയൻസ് ഇല്ല. ഒരു പരിധി വരെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ കൂടുതൽ അന്വേഷിക്കാൻ ശ്രമിക്കാറില്ല പല ആളുകളും. എന്നെ സംബന്ധിച്ച് ഞാൻ ചെയ്യാറില്ലായിരുന്നു. അപ്പം എൻ്റെ തെറ്റുകൾ അല്ലെങ്കിൽ ഞാൻ മാറ്റാൻ പറ്റുന്നൊരു കാര്യം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ കുറച്ചും കൂടെ ഇതിനെക്കുറിച്ച് അന്വേഷിച്ച് കാര്യങ്ങളൊക്കെ മാറ്റിയെടുത്തന്നെ. പിന്നെ മറ്റൊരു ഓപ്ഷൻ കാര്യം പറയാനാണെങ്കിൽ, അതിലും പുറകോട്ട് എനിക്ക് പോകാൻ സാധിച്ചു. ഞാൻ UK വരുന്ന സമയത്തിന് മുന്നോട്ട് ഞാൻ പോകാൻ സാധിച്ചായിരുന്നെങ്കിൽ ഞാൻ എൻ്റെ കോഴ്സ് മാറ്റി വേറൊരു കോഴ്സ് എടുത്തന്നെ. ഞാനിവിടെ പഠിക്കാൻ വന്നത് മാസ്റ്റേഴ്സ് ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിക്കാൻ വന്നത്. പക്ഷേ
എനിക്കത് കഴിഞ്ഞ് എഞ്ചിനീയറായിട്ട് ജോലി കിട്ടിയത് ബിൽഡിംഗ് സർവീസസിലാണ്, അതായത് ബിൽഡിംഗ് സർവീസ് ആ ഒരു മേഖലയിലാണ്. അപ്പം എനിക്ക് പുറകോട്ട് പോയിട്ട് എനിക്ക് മാറ്റാൻ പറ്റുമായിരുന്നെങ്കിൽ ഞാൻ മാസ്റ്റേഴ്സ് ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിന് വരെ മാസ്റ്റേഴ്സ് ഇൻ ബിൽഡിംഗ് സർവീസസ് എടുത്തേനെ. അത് എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് ജോലി ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. പലർക്കും അറിയത്തില്ല, നാട്ടിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് പലരും ബിസിനസ് മേഖലയിലോ അല്ലെങ്കിൽ അങ്ങനെ ഏതെങ്കിലുമൊക്കെ ഫീൽഡ് എടുക്കും. അല്ലെങ്കിൽ കുറച്ചുകൂടെ ടെക്നിക്കലി റിച്ച് ആയിട്ട് അല്ലെങ്കിൽ സൗണ്ട് ആയിട്ടുള്ള ആളുകളാണെങ്കിൽ പഠിക്കാൻ ആഗ്രഹമുള്ളവരാണെങ്കിൽ സെയിം മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് തന്നെ എടുക്കും. പക്ഷെ അതിന് പകരം ഇതുപോലൊരു അതായത് ജോലി കിട്ടാൻ സ്കോപ്പ് ഉള്ള ഏതാണെന്ന് ഞാൻ കുറച്ചുകൂടെ അന്വേഷിച്ചേനേമായിരുന്നു. ചിലപ്പോൾ അന്നേരം ആ കോഴ്സ് പഠിക്കുമ്പോൾ ചിലപ്പോൾ മെക്കാനിക്കൽ റിലേറ്റഡ് ആയിട്ട് ജോലി വരുന്നത്. അല്ല, ഞാൻ പറഞ്ഞു, ഞാൻ മെക്കാനിക്കൽ ഫീൽഡ് ആയതുകൊണ്ട് എനിക്കറിയാം. അതായത് മെക്കാനിക്കൽ ഫീൽഡ് ജോലി കിട്ടത്തില്ല എന്നല്ല പറയുന്നത്, ഇവിടെ ഒരുപാട് ജോലി വേക്കൻസീസ് ഉണ്ട്. പക്ഷേ അറ്റ് ദ സെയിം ടൈം കുറച്ചും കൂടെ എന്താ പറയുക, ഒരു ഡിസൈൻ സൈഡിലേക്കൊക്കെ കുറച്ചുകൂടെ ജോലി ഓപ്പർച്യൂണിറ്റീസ് കൂടുതൽ ബിൽഡിംഗ് സർവീസസ് റിലേറ്റഡ്. അത് തന്നെ ഒരു ഇപ്പം നമ്മൾ ഓയിൽ ആൻഡ് ഗ്യാസ് ഇൻഡസ്ട്രി എന്നൊക്കെ പറയുന്ന പോലെ തന്നെ ഒരു സെപ്പറേറ്റ് സ്ട്രീം ലൈനാണ് ഈ ബിൽഡിംഗ് സർവീസസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് പഠിച്ചായിരുന്നെങ്കിൽ കുറച്ചുകൂടി ഇലക്ട്രിക്കൽ പരമായിട്ടൂടെ പഠിക്കാനും പറ്റും. ജോലി ഞാൻ ടെക്നിക്കലായിട്ട് പറഞ്ഞു പോകുന്നില്ല, പക്ഷെ അത് പഠിച്ചായിരുന്നെങ്കിൽ ജോലി കുറച്ചുകൂടെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടായേനെ. ശരിക്കും നമ്മൾ UK വരുമ്പോൾ ഒത്തിരി സ്വപ്നങ്ങളായിട്ടാണ് വന്നത്. ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് നാട്ടിലൊരു വീട് പണിയണം, അങ്ങനെ പല സ്വപ്നങ്ങൾ. ശരിക്കും UK വന്നിട്ട് ഈ 4 വർഷത്തിൽ ബ്രോഡ് ഏതെങ്കിലും ഒരു സ്വപ്നം അല്ലെങ്കിൽ ബ്രോ കണ്ടൊരു ഡ്രീം ഉണ്ടല്ലോ, ഇങ്ങോട്ട് വന്നപ്പോൾ ഉള്ള ഡ്രീം, അത് ഫുൾഫിൽ ആയിട്ടുണ്ടോ? പിന്നെ തീർച്ചയായിട്ടും എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് ക്വാളിറ്റി ഓഫ് ലൈഫ് അതാണ് ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഞാൻ കുറച്ച് നാളുകൾക്ക് മുമ്പ് കുറേ വർഷം മുമ്പ് ഞാൻ യൂട്യൂബ് തുടങ്ങിയ സമയത്ത് UK വന്ന സമയത്ത് ഞാൻ വീഡിയോ ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, UK വരുമ്പം ക്വാളിറ്റി ഓഫ് ലൈഫ് കൂടും, പർച്ചേസിങ് പവർ കൂടും. ഇത് രണ്ടും ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്, പലർക്കും അറിയത്തില്ല. അതായത് നമുക്ക് ഒരു സാധനം അഫോർഡ് ചെയ്യാൻ, ഇപ്പം നമുക്കൊരു ക്യാമറ വേണം അല്ലെങ്കിൽ നമുക്കൊരു ഐഫോൺ വേണം. ഇപ്പോൾ ഞാൻ ഐഫോണിനെ പ്രൊമോട്ട് ചെയ്യാത്ത ആളാണ്. ഈ വീഡിയോ കാണുന്നവരാരും ഐഫോൺ എടുക്കരുത്, വെറും വേസ്റ്റാണ്. അത് ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യമല്ല, എന്നാലും ഞാൻ പറയും. അപ്പം ഞാൻ പറഞ്ഞത് നമുക്ക് ആഗ്രഹമുണ്ട്, ഇപ്പോൾ ആഗ്രഹമുള്ളവർ എടുക്കണം. എൻ്റെ ഇരിക്കുന്ന 13 Pro Max ഇത് എടുത്തത് റിഗ്രറ്റ് ചെയ്യുന്ന ആളാണ് ഞാൻ. അന്ന് പോലെ ഇന്ന് വരെ മാറ്റാതെ വേറെ അത് ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യമില്ല. പക്ഷെ ഞാൻ പറഞ്ഞത് ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്കൊരു ക്യാമറ വേണമെന്ന് ആഗ്രഹമുണ്ട്, അല്ലെങ്കിൽ നമുക്കൊരു ഫോൺ വേണമെന്ന് ആഗ്രഹമുണ്ട്, നമുക്ക് ജീവിതത്തിൽ എന്ത് വേണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിലും അത് മേടിക്കാൻ പറ്റുന്ന ഒരു സാമ്പത്തിക അല്ലെ ഒരു ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഇവിടെ ഉണ്ട്, ഇല്ലേ? അതായത് ഒരു പർച്ചേസിങ് പവർ നമുക്കുണ്ട്. നമുക്ക് മിനിമം വേജിലാണ് നമ്മൾ ജോലി ചെയ്യുന്നുണ്ടെങ്കിലും എന്ത് പണിയാണ് നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിലും നമുക്ക് ആഗ്രഹിക്കുന്ന ഒരു സാധനം ഇൻസ്റ്റാൾമെന്റിലാണെങ്കിലും, നാട്ടിൽ EMI ഇല്ലെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ നാട്ടിലൊരു EMI ഇട്ടാൽ എന്ത് ബേർഡൻ ആയിരിക്കും. പക്ഷെ ഇവിടെ ഇട്ടാൽ നമ്മൾ അറിയത്തില്ല, നമ്മൾ നൈസായിട്ട് പോകും. അപ്പോൾ ആ ഒരു പർച്ചേസിങ് പവർ നല്ലപോലെ കൂടിയിട്ടുണ്ട്. അതുപോലെ ഫാമിലിയെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുക. അപ്പോൾ എല്ലാ ആവറേജ് എന്നെ പോലുള്ള എല്ലാ ആവറേജ് ആളുകളുടെയും സ്വപ്നങ്ങളൊക്കെ തന്നെയുള്ളൂ. എനിക്ക് എന്താ പറയുന്നത്, BMW എടുക്കണമെന്നോ അല്ലെങ്കിൽ അങ്ങനത്തെ കോസ്റ്റ്ലി ആയിട്ടുള്ള സ്വപ്നങ്ങളൊന്നുമില്ല. ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻ്റ് ആകുക, ചെറിയ ജീവിതത്തിലെ ചെറിയ ആഗ്രഹങ്ങൾ അത് സാധിക്കുക, അങ്ങനത്തെ ഒരു. പക്ഷെ അത് എന്നെ കൊണ്ട് ഫുൾഫിൽ ആയിട്ടുണ്ട്. ഞാൻ UK വന്നിട്ട് ഞാൻ ഹാപ്പിയാണ്. ശരിക്കും ഈ UK വന്ന ഈ 4 വർഷത്തിൽ ഏറ്റവും ഒരു മോശപ്പെട്ട ഒരു ദിവസം, ആ ദിവസം എങ്ങനെയെങ്കിലും ഒന്ന് കടന്നു പോയാൽ മതി എന്നുള്ളൊരു ദിവസം എന്നെ സംബന്ധിച്ച് പറയാനാണെങ്കിൽ എൻ്റെ വണ്ടി ഇടിച്ചു പോയൊരു സമയം, അതെനിക്ക് ഭയങ്കര വിഷമമുള്ളൊരു കാര്യം. കാരണം വണ്ടി കൊതി തോന്നി UK വന്ന് നമ്മൾ 1 വർഷമൊക്കെ ആവുന്നതിന് മുമ്പ് മേടിച്ചാണ്. നമ്മൾ സ്റ്റുഡൻ്റ് ആയിട്ടിരുന്ന കാലത്ത് ഇല്ലാത്ത കാശ് മുടക്കി. എന്നിട്ട് നമ്മുടെ ഒരു സുഹൃത്ത് എടുത്തുകൊണ്ട് പോയിട്ട് ആ വണ്ടി ആക്സിഡൻറ്റ് പറ്റി. എന്നിട്ട് രാത്രി ഞാൻ കിടന്നുറങ്ങുക. അപ്പോൾ ഫോൺ വിളിച്ചിട്ട്, എടാ വണ്ടി ആക്സിഡൻറ്റ് പറ്റി തന്നെ ഫോൺ വിളിച്ച് പറയുന്നു. ഞാൻ അങ്ങനെ എണ്ണിപ്പുണ്ട്. എന്നിട്ട് ഇവർ വിളിച്ചിട്ട് ഫോൺ ഒന്നുമില്ല. പിന്നെ പോലീസ് യാർഡിൽ കൊണ്ടുപോകലായി, അങ്ങനെ 100 വട്ടം പണിയായി. അത് സ്ക്രാപ്പ് ചെയ്തു, അത് വണ്ടി പോയി. പക്ഷെ ഞാൻ പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ ബുദ്ധിമുട്ടുള്ള ദിവസം എന്ന് പറഞ്ഞാൽ അതാണ്. ശരിക്കും UK ഇപ്പം നാളെ ഒരു സ്റ്റുഡൻറ്റ് വന്നിറങ്ങുവാണ്. ആ സ്റ്റുഡൻറ്റ് ആദ്യമായിട്ട് ഒരു എയർപോർട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഒരു മലയാളി എന്നുള്ള രീതിയിൽ ബ്രോനെയാണ് വന്ന് കാണുന്നത്. ആ ഒരു സ്റ്റുഡൻറ്റിന് കൊടുക്കാവുന്ന ഒരു അഡ്വൈസ്, UK ഇങ്ങനെയാണ്, UK ഇങ്ങനെ ഒരു വശക്കടയുണ്ട്, അങ്ങനെ ഒരു ബ്രദറിനോ അല്ലെങ്കിൽ ഒരു പുതിയതായിട്ട് വന്ന സ്റ്റുഡൻറ്റിനോ കൊടുക്കാൻ ഒരു അഡ്വൈസ് പറയാൻ പറഞ്ഞാൽ ഇത്ര നാളത്തെ എക്സ്പീരിയൻസിന് എന്ത് അഡ്വൈസ് കൊടുക്കും? ഇപ്പം ഇപ്പം അങ്ങനെ ഒരു കാര്യം എന്നോട് ഓണസ്റ്റായിട്ട് ചോദിക്കുകയാണെങ്കിൽ, ഞാൻ വരുന്ന ഒരാൾക്ക് നെഗറ്റിവിറ്റി എന്നുള്ളൊരു കാര്യത്തിൽ ഇപ്പോൾ ഇവിടെ ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ടെന്ന് പറയുന്നതിനേക്കാളുപരി ഓണസ്റ്റായിട്ട് എനിക്ക് പറയാനുള്ളത്, ശരിക്കും പഠിക്കാൻ വേണ്ടിയിട്ട് വരുന്ന സ്റ്റുഡൻ്റ് ആണെങ്കിൽ എനിക്ക് പറയാനുള്ളത്, ജീവിതത്തിലെ പ്രതിസന്ധികൾ തളർന്നു പോകരുത്, റിജക്ഷൻ മെയിലുകൾ കണ്ടിട്ട് തളർന്നു പോകരുത്. കീപ് ഫൈറ്റിങ്. ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ദിവസം നല്ലൊരു കാലം ഉണ്ടാവും. അപ്പം നമ്മൾ ഒരു ജോലി കിട്ടിയില്ല, 10 ജോലി കിട്ടിയില്ല, 50 ജോലി കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് തളർന്നു പോകരുത്. ഞാൻ തളർന്നു പോയിട്ടുള്ള ആളാണ്, ഞാൻ ഡിപ്രസ്ഡ് ആയിട്ടുള്ള ഒരാളാണ്. അപ്പം എനിക്ക് പറയാനുള്ളത്, അങ്ങനെ ആവരുത്. നമ്മൾ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു പോയിന്റ് നമ്മൾ രക്ഷപ്പെടും. പക്ഷെ ആ രക്ഷപ്പെടുന്ന മരണം വരെ പൊരുതണം, വിട്ടുകൊടുക്കരുത്. അതാണ്. അല്ലെ ഏതെങ്കിലുമൊക്കെ രീതിയിൽ നമ്മളങ്ങ് അഡ്ജസ്റ്റ് ചെയ്താൽ, ഇങ്ങനെയൊക്കെ നമുക്ക് ജീവിതം ഇങ്ങനെയൊക്കെ വെച്ചാൽ നമുക്കങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് പോകാമെന്നുള്ള രീതി മാറ്റിയിട്ട്
ഒരു കഴിയുന്നതും ഇപ്പം ഞാനതിൽ തോറ്റുപോയ വ്യക്തി ആയതുകൊണ്ടാണ് ഞാൻ ഉപദേശിക്കുന്നത്, അല്ല ഞാനതിൽ ജയിച്ച വ്യക്തിയായിട്ടല്ലേ ഉപദേശിക്കുന്നത്. ഞാൻ തോറ്റുപോയ ആളാണ്. പക്ഷേ ഇനിയും വരുന്നവരോട് എനിക്ക് പറയാനുള്ളതും, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ലൈഫിൽ എന്തെങ്കിലും ആവണമെന്ന് നിങ്ങൾക്കൊരാഗ്രഹം ഉണ്ടെങ്കിൽ, ഒരു എയിം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും UK വന്നിട്ട് എന്താ പറയുക, മടി പിടിച്ചിരിക്കുവോ അല്ലെങ്കിൽ ഇത്രയൊക്കെ നടക്കത്തുള്ളൂ എന്ന് പറയുമോ, അല്ലെങ്കിൽ നടക്കത്തില്ലെന്ന് പറയുന്ന ഇവിടെ ഓൾറെഡി സെറ്റിൽ ആവുന്നുണ്ട്. ഇവിടെ നിങ്ങൾ നിന്നാൽ നിങ്ങൾക്കൊന്നും എഞ്ചിനീയറിംഗ് ജോലിയൊന്നും കിട്ടത്തൊന്നുമില്ല, അല്ലെങ്കിൽ മറ്റു ജോലികളൊന്നും നിങ്ങൾക്ക് കിട്ടത്തൊന്നുമില്ല. നിങ്ങൾ ഒന്ന് ഈ കെയർ വിസ എടുത്തിട്ടേ നിങ്ങൾക്ക് പറ്റത്തുള്ളൂ. ഇപ്പോൾ കെയർ വിസ എടുക്കുന്നത് തെറ്റാണെന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല. ഞാനും കെയറായിട്ട് വർക്ക് ചെയ്തിട്ടുള്ള വ്യക്തിയാണ്. അപ്പോൾ അതിന് ആ ഒരു ടോപ്പിക് ഇതിനകത്തില്ല. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് അതേ കിട്ടത്തുള്ളൂ എന്ന് പറഞ്ഞ് അടിച്ചാക്ഷേപിക്കുന്ന ആളുകളുടെ മുമ്പിൽ തോറ്റു കൊടുക്കാതിരിക്കുക, ജോലി കിട്ടി കാണിച്ചു കൊടുക്കുക. അതാണ് എനിക്ക് പറയാനുള്ള അഡ്വൈസ്. ഇവിടെ സെറ്റിൽ ആയവർക്ക് നമ്മൾ ഇപ്പോഴത്തെ സ്റ്റുഡൻസിനെ കാണുമ്പോൾ ഒരു പുച്ഛഭാവമാണ്. എല്ലാവർക്കും ഇല്ല കേട്ടോ, പക്ഷെ ചിലവർ നമ്മളെ വിളിച്ച് നമ്മുടെ കാര്യം അന്വേഷിക്കാറുണ്ട്, ജോബ് കിട്ടിയോ, പല സ്നേഹമുള്ള ഒത്തിരി പേരുണ്ട്. പക്ഷെ ചില ആളുകൾ നമ്മളെ ഉറപ്പായിട്ടും അങ്ങനെ അടിച്ചാക്ഷേപിക്കാൻ വേണ്ടി മാത്രമായിട്ട് കച്ചകെട്ടി ഇറങ്ങുന്ന ആളുകളുണ്ട്. ഈ ജോലിക്കൊന്നും അപ്ലൈ ആയിട്ടൊന്നും കാര്യമൊന്നുമില്ല, ഇവിടെ ഒന്നും കിട്ടാൻ പോകുന്നില്ല എന്ന് പറയുന്നത് അടിച്ചു താഴ്ത്തലാണെന്നും, എന്നാടാ മോനെ ഇവിടെ കഷ്ടപ്പാടുണ്ട്, ഇന്റർവ്യൂവിന് പോയാലും കിട്ടാൻ ബുദ്ധിമുട്ടാണ്, ഇന്ന കാര്യങ്ങളൊക്കെ നീ പഠിക്കണം എന്ന് പറയുന്നത് ഫാക്ട്സ് ആണ്. ഞാൻ പറയുന്നത് നമ്മൾ അത് തിരിച്ചറിയാനുള്ള കഴിവ് നമുക്ക് എപ്പോഴും ഉണ്ടാവണം. അതാണ് പ്രശ്നം. ബ്രോനെ ഞെട്ടിച്ചൊരു ഫോൺ കോൾ. ഇപ്പം ഞെട്ടിച്ചെന്ന് പറയുമ്പോൾ ബ്രോന് സ്വാഭാവികമായിട്ട് ആലോചിക്കാം, മലയാളി സ്റ്റുഡൻസ് തമ്മിലുള്ള ഒരു പോലീസ് കേസോ അല്ലെങ്കിൽ ഇതെന്താണ് ഇവർ കാണിച്ചു വെച്ചേക്കണം. എന്താണെന്ന് വെച്ചാൽ എൻ്റെ ചാനലിൽ തന്നെ ഞാൻ പറയുന്നുണ്ട്, ഒരു 64 ലക്ഷം രൂപ പറ്റിച്ച ഒരു കേസ് എൻ്റെ അടുത്ത് വന്നായിരുന്നു. അപ്പം അങ്ങനെ ബ്രോനെ ഞെട്ടിച്ച ഒരു ഫോൺ കോൾ ഓർക്കുണ്ടോ ഈ 4 വർഷത്തിനിടയ്ക്ക്? ഞാൻ ഇപ്പോഴും മറക്കാത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഒരാൾ വിളിച്ചിട്ട് എന്നോട് ചോദിച്ചു കെയർ വിസയോ എന്തെങ്കിലും വിസ അർജൻറ്റായിട്ട് കിട്ടാൻ ചാൻസ് ഉണ്ടോ എന്ന് ചോദിച്ചു. കാര്യം ചോദിച്ചപ്പം വൈഫിന് വേറൊരു റിലേഷൻഷിപ്പ് ഉണ്ട്, അവർക്കൊരു കുഞ്ഞുണ്ട്, കുഞ്ഞിനെ നാട്ടിൽ കൊണ്ടുവിട്ടേക്കുവാണ്, വൈഫിന് അവരുടെ കൂടെ ജീവിച്ചാൽ മതി, അതുകൊണ്ട് അബ്യൂസ് പറഞ്ഞിട്ട്, അതായത് എന്താ പറയുക, നമ്മുടെ ഗാർഹിക പീഡനം കേസ് കൊടുത്തിട്ട് ഇവരുടെ വിസ കർട്ടൈൽ ചെയ്യാൻ വേണ്ടി കൊടുത്തു. അപ്പോൾ ആൾക്ക് ഇവിടെ നിൽക്കാൻ പറ്റാത്ത സാഹചര്യമായി. അപ്പം വിസ ഉടനെ തന്നെ ക്യാൻസൽ ആവുന്നുള്ള സിറ്റുവേഷനാണ്. അപ്പോൾ അതുകൊണ്ട് അത് മാറുന്നതിന് മുമ്പ് എത്രയും പെട്ടെന്ന് വേറെ വിസയിലോട്ട് മാറണം. അപ്പം ശരിക്കും പറഞ്ഞാൽ ഇപ്പം അത് ഞാൻ പറഞ്ഞ 6 ഭാഗത്ത് തെറ്റ് 6 ഭാഗത്ത് ശരി എന്നുള്ളതിനെക്കാട്ടിലും അപ്പുറം ഒരു ഫാമിലി ഒരു റിലേഷൻഷിപ്സിന് വാല്യൂസ് കൊടുക്കാതെ അങ്ങനെ ജീവിക്കുന്ന കാണുമ്പം കാണുന്നില്ല. ഐ മീൻ ആ ഒരു സിറ്റുവേഷൻ ഭയങ്കര വീടായിരുന്നു. എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട്. എനിക്ക് എന്ത് പറഞ്ഞ് പുള്ളി ആശ്വസിപ്പിക്കണമെന്ന് എനിക്കറിയത്തില്ല. ഞാൻ വിസയുടെ കാര്യങ്ങളൊന്നും അന്നും ചെയ്യാറില്ല, ഇന്നും ചെയ്യാറില്ല. ഞാൻ ഒരിക്കലും ചെയ്യണമെന്ന് ആഗ്രഹിക്കാത്ത വ്യക്തിയാണ്. അതിൽ നിന്നൊരു വരുമാനവും മറ്റു കാര്യങ്ങളൊന്നും വേണ്ടാന്ന് വെച്ചിരിക്കുന്ന വ്യക്തിയാണ്. അപ്പോൾ എനിക്കറിയത്തില്ല എന്നുള്ള കാര്യം പറഞ്ഞ് ഞാൻ ഫോൺ കട്ട് ചെയ്തു. പക്ഷേ എനിക്കത് കഴിഞ്ഞിട്ട് കുറച്ച് ഡിസ്റ്റർബിങ് ആയിരുന്നു. കാരണം പുള്ളി അത്ര ഒരു വിതുമ്പിയ സിറ്റുവേഷനിലായിരുന്നു എന്നെ വിളിച്ചത്. അപ്പോൾ എനിക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റിയില്ല. പുള്ളി എന്താണെന്ന് എനിക്കിപ്പോഴും അറിയത്തില്ല. പക്ഷേ ഞാൻ പറയാം, എനിക്ക് അന്ന് ഹെൽപ്പ് ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ അതിപ്പോഴും എൻ്റെ മനസ്സിൽ ചെറിയൊരു വിഷമമുള്ളൊരു സിറ്റുവേഷനാണ്. ഗൈസ്, അപ്പം എനിക്ക് ചോദിക്കേണ്ട കുറച്ച് ചോദ്യങ്ങൾ, ഒത്തിരി ചോദ്യങ്ങളും ഉണ്ടായിരുന്നു. പക്ഷേ സമയത്തിൻ്റെ പരിമിതികൾ കാരണം നമ്മളിത് ഈ ഇൻ്റർവ്യൂടെ ചുരുക്കമാണ്. ഇനി എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ എൻ്റെ കമൻറ്റിലിടാം, ഞങ്ങൾ ഇനിയും കാണും. അപ്പം അത് ഞങ്ങൾ കണ്ടിന്യൂ ചെയ്യേണ്ടതായിരിക്കും. അതെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ ഞങ്ങളുടെ ഒരു ചർച്ചകൾ, അത് ഒരു തുറന്ന ചർച്ചകളായിട്ട് ചെയ്യണമെന്ന് വിചാരിച്ചാണ് ഇത് ചെയ്തത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. അപ്പം ദയവായിട്ട് ഈ വീഡിയോ അതിൻ്റെ പേര് ഒരു ചെറിയ റിക്വസ്റ്റാണ്, അബീസിൻ്റെ ചാനൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ ബെല്ലൈക്കണൊക്കെ പ്രസ് ചെയ്യുക. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് ഇനി അടിപൊളി വീഡിയോസായിട്ട് വീണ്ടും കടന്നു വരുന്നതായിരിക്കും. അപ്പോൾ ഇനി ഒരു വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.